2022 ഫിഫ വേൾഡ് കപ്പ് അർജന്റീന സ്വന്തമാക്കിയിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ചിട്ട് പരാതി ഉന്നയിക്കുന്നത് അന്നത്തെ നെതർലാൻഡ് കോച്ചായിട്ടുള്ള ലൂയി വാൻഗാലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്: അർജന്റീനയും റഫറിയും കൂടി ആ ഒരു മത്സരം റോബ് ചെയ്തതാണ്. ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിക്കാം, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് അദ്ദേഹം പറയുന്നത് മത്സരത്തിന്റെ 88-ാം മിനിറ്റിൽ ഒരു കാരണവുമില്ലാതെ അർജന്റീനയുടെ ഒരു പ്ലെയർ നെതർലാൻഡ് ബെഞ്ചിലേക്ക് ബോൾ അടിച്ച് കയറ്റുകയാണ്. അത് നോർമൽ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് അങ്ങനെ ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തികച്ചും അവിടെ ഒരു റെഡ് കാർഡ് കൊടുക്കേണ്ടതാണ്. അവിടെ അത് സംഭവിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് നോർമൽ ആയിട്ട് തോന്നുന്നുണ്ടോ എന്നാണ് ലൂയി വാൻഗാൽ പറയുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് റഫറി മനഃപൂർവ്വം റെഡ് കാർഡ് കൊടുത്തിട്ടില്ല എന്നുള്ള ആരോപണമാണ് ലൂയി വാൻഗാൽ ഉന്നയിച്ചിട്ടുള്ളത്. അന്നത്തെ മത്സരത്തിലെ 88-ാം മിനിറ്റിൽ 2-1 അർജന്റീന മുമ്പിലായിരുന്നു. പിന്നീട് അവസാന നിമിഷമാണ് നെതർലാൻഡ് ഒരു ഗോൾ മടക്കി അടിച്ച് പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട മത്സരം അർജന്റീന വിജയിച്ച് സെമി ഫൈനലിലേക്ക് മുന്നേറിയിട്ടുള്ളത്. ഇതാദ്യമായിട്ടല്ല ലൂയി വാൻഗാൽ ഈ കാര്യം പറയുന്നത്. മുമ്പും പറഞ്ഞിട്ടുണ്ട് അർജന്റീനക്ക് വേണ്ടി റഫറി കളിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു ആരോപണമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അന്ന് ആ ഒരു ബോൾ അടിച്ചിട്ടുള്ളത് പെരഡസ് ആയിരുന്നു. അദ്ദേഹം ഇതിനെ കുറിച്ച് ഡിവൈസി സ്പോർട്സിനോട് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: എനിക്ക് ആ ഒരു നിമിഷത്തിൽ അങ്ങനെ തോന്നി, ഞാൻ അടിച്ചു, പക്ഷേ ആ കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹവും പ്രതീക്ഷിച്ചിരുന്നത് ഒരു കാർഡാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ടിവൈസി സ്പോർട്സിനോട് പ്രതികരിച്ചിട്ടുള്ളത്.